JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അല്ലേ? 10-ാം തീയതിയാണ് പരീക്ഷ നടക്കാൻ പോകുന്നല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following accounts is prepared to determine the cost of goods manufactured by a mining company? അതായത് ഒരു ഖനന കമ്പനി നിർമ്മിക്കുന്ന സാധനങ്ങളുടെ വില നിർണ്ണയിക്കാൻ ഇനി പറയുന്ന അക്കൗണ്ടുകൾ ഏതാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ which of the following accounts is prepared to determine the cost of goods manufactured by a mining company? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് അക്കൗണ്ട് ആണ്? മാനുഫാക്ചറിങ് അക്കൗണ്ട് ആണ് അല്ലേ? മാനുഫാക്ചറിങ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. In a mining company, what is typically the primary direct material cost? അതായത് ഒരു ഖനന കമ്പനിയിൽ സാധാരണയായി പ്രാഥമിക നേരിട്ടുള്ള മെറ്റീരിയൽ ചെലവ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിനകത്ത് ഏതാണ് ശരി ഉത്തരം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. പെട്ടെന്ന് കണ്ടുപിടിക്കണം. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുകയുള്ളൂ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. എക്സ്പ്ലോസീവ്സ് ആൻഡ് ഡ്രില്ലിംഗ് സപ്ലൈസ്. എക്സ്പ്ലോസീവ്സ് ആൻഡ് ഡ്രില്ലിംഗ് സപ്ലൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an example of direct labor in a mining company? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഖനന കമ്പനിയിലെ നേരിട്ടുള്ള തൊഴിലിന് ഉദാഹരണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരമെന്ന് കണ്ടുപിടിക്കുക. ഏതാണ്? Which of the following is an example of direct labor in a mining company? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വേജസ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് എക്സ്ട്രാക്ടിങ് ഓർ. Wages of machine operators extracting ore. അടുത്ത ക്വസ്റ്റ്യൻ. Depreciation of mining equipment is usually classified as. അതായത് ഖനന ഉപകരണങ്ങളുടെ മൂല്യത്തകർച്ച സാധാരണയായി എങ്ങനെയാണ് തരംതിരിക്കപ്പെടുന്നത്? Depreciation of mining equipment is usually classified as. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓവർഹെഡ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓവർഹെഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The cost of removing overburden waste rock to access ore in a mine is best classified as. The cost of removing overburden waste rock to access ore in a mine is best classified as. അതായത് ഒരു ഖനിയിലെ അയിര് ആക്സസ് ചെയ്യുന്നതിന് അമിതഭാരം അതായത് മാലിന്യപ്പാറ നീക്കം ചെയ്യുന്നതിനുള്ള ചെലവ് ഏറ്റവും നന്നായി തരംതിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ്. പ്രൊഡക്ഷൻ ഓവർഹെഡ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the purpose of a cost book in a mining company? അതായത് ഒരു മൈനിങ് കമ്പനിയിലെ കോസ്റ്റ് ബുക്കിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ഒരു മൈനിങ് കമ്പനിയിലെ കോസ്റ്റ് ബുക്കിന്റെ ഉദ്ദേശം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് അതിൻ്റെ അകത്ത് ശരിയായ ഉദ്ദേശം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ടു പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ കോസ്റ്റ് ഓഫ് മൈനിങ് ഓപ്പറേഷൻസ്. To provide detailed information about the cost of mining operations. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a common unit of cost used in the cost book of a mining company? അതായത് ഒരു മൈനിങ് കമ്പനിയുടെ കോസ്റ്റ് ബുക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്?
ഓപ്ഷൻ സി ആണല്ലേ. കോസ്റ്റ് പെർ ടേൺ ഓഫ് ഓർ എക്സ്ട്രാക്റ്റഡ്. കോസ്റ്റ് പെർ ടേൺ ഓഫ് ഓർ എക്സ്ട്രാക്റ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Royalties paid to the government for mining rights are usually treated as royalties paid to the government for mining rights are usually treated as അതായത് ഈ ഖനന അവകാശങ്ങൾക്കായി സർക്കാരിന് നൽകുന്ന റോയൽറ്റി സാധാരണയായി ഇങ്ങനെയാണ് കണക്കാക്കുന്നത്. എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഓപ്ഷൻസ് 4 ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The process of allocating overhead costs of different mining activities or products is known as അതായത് വ്യത്യസ്ത ഖനന പ്രവർത്തനങ്ങൾക്കോ ഉൽപ്പന്നങ്ങൾക്കോ ഓവർഹെഡ് ചെലവുകൾ അനുവദിക്കുന്ന പ്രക്രിയ ഇങ്ങനെ അറിയപ്പെടുന്നു. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് അതിൻ്റെ അകത്ത് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കോസ്റ്റ് അബ്സോർപ്ഷൻ എന്നറിയപ്പെടുന്നു. The process of allocating overhead costs to different mining activities or products is known as cost absorption. അടുത്ത question. Which of the following is not typically included in the manufacturing account of a mining company? അതായത് ഈ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു മൈനിങ് കമ്പനിയുടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ സാധാരണയായി ഉൾപ്പെടുത്തുന്നത്? ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ഡി ആണല്ലേ. സെല്ലിംഗ് എക്സ്പെൻസസ് ആണല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടിപ്പിക്കലി ഇൻക്ലൂഡഡ് ഇൻ ദ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഓഫ് എ മൈനിങ് കമ്പനി? സെല്ലിംഗ് എക്സ്പെൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ. The working account in a mining company often focuses on ഒരു മൈനിങ് കമ്പനിയിലെ വർക്കിംഗ് അക്കൗണ്ട് പലപ്പോഴും ഇനി പറയുന്നവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഏതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമോ ഏതാണ് ശരി ഉത്തരവെന്ന്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. The cost incurred in the process of extracting and processing ore. The costs incurred in the process of extracting and processing ore. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following would be considered a semi-variable cost in a mining operation? ഒരു ഖനന പ്രവർത്തനത്തിന്റെ താഴെ പറയുന്നവയിൽ ഏതാണ് സെമി വേരിയബിൾ ചെലവായി കണക്കാക്കുക? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കി. ഏതാണ്? സി ആണല്ലേ. ഇലക്ട്രിസിറ്റി കോസ്റ്റ് വിത്ത് എ ഫിക്സഡ് ചാർജ് പ്ലസ് എ പെർ യൂണിറ്റ് കൺസപ്ഷൻ ചാർജ്. ഇലക്ട്രിസിറ്റി കോസ്റ്റ് വിത്ത് എ ഫിക്സഡ് ചാർജ് പ്ലസ് എ പെർ യൂണിറ്റ് കൺസപ്ഷൻ ചാർജ്. അടുത്ത ക്വസ്റ്റ്യൻ. In a cost book, the term on cost typically refers to അതായത് ഒരു ചെലവ് പുസ്തകത്തിൽ ഓൺ കോസ്റ്റ് എന്ന പദം സാധാരണയായി സൂചിപ്പിക്കുന്നത് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? In a cost book, the term on cost typically refers to indirect cost or overheads. Indirect cost or overheads. അടുത്ത ക്വസ്റ്റ്യൻ. What is the primary objective of cost control in a mining company? അതായത് ഒരു ഖനന കമ്പനിയിൽ ചെലവ് നിയന്ത്രണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആർക്കെങ്കിലും അറിയാവോ? ഒരു ഖനന കമ്പനിയിലെ ചെലവ് നിയന്ത്രണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയാവോ? 4 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടുപിടിച്ചോ? ഏതാണ്? To maintain cost within budgeted levels and improve efficiency. To maintain cost within budgeted levels and improve efficiency. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a potential treatment for byproducts generated during the mining process in the cost book? അതായത് ഖനന പ്രക്രിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉപോൽപ്പന്നങ്ങൾക്കുള്ള സാധ്യതയുള്ള ചികിത്സാ കോസ്റ്റ് ബുക്കിൽ ഇനി പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ട്രീറ്റ് their revenue as a reduction in the cost of the main product. അടുത്ത ക്വസ്റ്റ്യൻ. The process of determining the value of mineral reserves still in the ground is known as അതായത് ഭൂമിയിൽ എപ്പോഴും അടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെ മൂല്യം നിർണ്ണയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കണ്ടുപിടിച്ചോ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ സി ആണല്ലേ, വാലുവേഷൻ ഓഫ് മിനറൽ അസറ്റ്സ്. വാലുവേഷൻ ഓഫ് മിനറൽ അസറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ factor that can significantly impact the cost per ton of ore extracted in a mining operation? അതായത് ഒരു ഖനന പ്രവർത്തനത്തിൽ വേർതിരിച്ചെടുക്കുന്ന ഒരു ടൺ അയിരിന്റെ വിലയെ സാരമായി ബാധിക്കുന്ന ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഡെപ്ത് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ മൈൻ. ഡെപ്ത് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ മൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. Idle time of mining equipment due to maintenance should be treated as. അതായത് അറ്റകുറ്റപ്പണികൾ കാരണം ഖനന ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമാകുന്ന സമയം ഇനി പറയുന്നവതായി കണക്കാക്കണം. എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് നോക്കി. ഐഡിൽ ടൈം ഓഫ് മൈനിങ് എക്യുപ്മെന്റ് ഡ്യൂ ടു മെയിൻ്റനൻസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഏതാണ്? നോർമൽ ലോസ് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഡക്ഷൻ ഓവർഹെഡ്. നോർമൽ ലോസ് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഡക്ഷൻ ഓവർഹെഡ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഇൻ എ മൈനിങ് കമ്പനി? അതായത് ഒരു ഖനന കമ്പനിയിലെ സ്ഥിര ചെലവുകളും വേരിയബിൾ ചെലവുകളും തമ്മിൽ വേർതിരിച്ചറിയുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ആർക്കെങ്കിലും അറിയാവോ അതിന്റെ പ്രാധാന്യം എന്താണ് എന്നത്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഇൻ എ മൈനിങ് കമ്പനി? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഇറ്റ് അസിസ്റ്റ്സ് ഇൻ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an example of a direct expense specifically relevant to a mining operation? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഖനന പ്രവർത്തനത്തിന് പ്രത്യേകമായി പ്രസക്തമായ നേരിട്ടുള്ള ചെലവിന് ഉദാഹരണം? 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കറിയാവോ എന്ന്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഫീസ് പെയ്ഡ് ഫോർ ജിയോളജിക്കൽ സർവേസ് ഓഫ് ദ മൈനിങ് സൈറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.